പ്രൈസ് ലോർഡ്. ബൈബിൾ വചനങ്ങളിലൂടെ വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ കൊറിന്തോസുകാർക്ക് എഴുതിയ 1-ാം ലേഖനത്തിലെ 7-ാം അധ്യായത്തിലെ 17-ാം വചനം കാണിക്കുകയാണ്. ദൈവത്തിൻ്റെ നിയോഗവും വിളിയും അനുസരിച്ച് ഓരോരുത്തരും ജീവിതം നയിക്കട്ടെ എന്ന്. പ്രിയ സഹോദരങ്ങളെ, നമ്മൾ ഏതവസ്ഥയിലാണോ ദൈവത്തിൻ്റെ വിളി വന്നപ്പോൾ ആയിട്ടുള്ളത്, ആ അവസ്ഥയിൽ തുടർന്നോളട്ടെ എന്ന്. പൗരോഹിത്യ ജീവിതം, സന്യാസ ജീവിതം, സമർപ്പിത ജീവിതം, ഇതിലെ പൗരോഹിത്യ ജീവിതവും സന്യാസ ജീവിതവും നയിക്കുന്ന അച്ഛന്മാരും സിസ്റ്റർമാരൊക്കെ തൻ്റെ ശരീരത്തെ ആത്മാവിനെയും പൂർണ്ണമായിട്ട് ദൈവത്തിൽ അർപ്പിച്ചിരിക്കുകയാണ്. ദൈവചിന്തയോട്, ഏത് സമയത്തും ദൈവചിന്തയോട് ദൈവത്തിലാണവർ. അതിൽ കുറച്ചവരൊക്കെ വീണു പോയിട്ടുണ്ട്, വീഴ്ചകൾ സംഭവിച്ചിട്ടുണ്ട്. അവരെയും മത്സ്യവും മാംസമുള്ള മനുഷ്യരാണ്. ആ വീഴ്ച അവരെ ചവിട്ടി താഴ്ത്തരുത്. അവർ ഒന്നില്ലെങ്കിൽ ദാമ്പത്യ ജീവിതത്തിലേക്ക് അല്ലെങ്കിൽ ഏകയായിട്ട് ജീവിക്കട്ടെ. ആ ഒരു ദൗത്യത്തിൽ നിന്നും അവർ പിന്മാറട്ടെ. കൂടാതെ സമർപ്പിത ജീവിതം, അത് നമ്മൾ ഏതവസ്ഥയിലായിരിക്കുന്നോ, ദാമ്പത്യ ജീവിതം നയിക്കുന്ന അവസ്ഥയിലാണോ, പ്രണയിക്കുന്ന അവസ്ഥയിലാണോ, അല്ലെങ്കിൽ ഏകയായിട്ട് ജീവിക്കുന്ന അവസ്ഥയിലാണോ, ദൈവചിന്തയോടെ തൻ്റെ ശരീരത്തെ ആത്മാവിനും ദൈവത്തിന് പൂർണ്ണമായിട്ട് സമർപ്പിച്ചുകൊണ്ട് നമ്മൾ ദൈവചിന്തയോട് ഓരോ കാര്യങ്ങൾ പ്രവർത്തിക്കുക. ഈ ലോകത്തിൻ്റെ രൂപഭാവങ്ങൾ മാറിക്കൊണ്ടിരിക്കുകയാണ്. ആസന്നമായ ഈ വിപത്സന്ധി കണക്കിലെടുത്തുകൊണ്ട് പൗലോസ് അപ്പോസ്തലൻ പറയുന്നതാണ്, നമ്മൾ ഓരോരുത്തരും ഇന്നത്തെ നില തുടരുന്നതായിരിക്കും നല്ലതെന്നാണ് വ്യക്തമാക്കുന്നത്. നമുക്ക് വിവാഹം ചെയ്യുന്നതിൽ പാവമില്ല. വിവാഹം ചെയ്യണമെന്ന് താല്പര്യമുണ്ടെങ്കിൽ വിവാഹം ചെയ്യുക, അതിൽ തെറ്റില്ല. എന്നാലും നമ്മുടെ ശരീരത്തെ സംയമനം കൊണ്ട് നമുക്ക് നിയന്ത്രിക്കാൻ കഴിയുമെങ്കിൽ നമ്മൾ ഇങ്ങനെ തന്നെ തുടരുന്നതായിരിക്കും നല്ലത്. അതല്ല, നമ്മുടെ വികാരത്തെ ദഹിപ്പിച്ചുകൊണ്ട് നമ്മൾ ജീവിക്കരുത്. നമ്മൾ വിവാഹം ചെയ്യുക, ദാമ്പത്യ ജീവിതം സന്തോഷപൂർണ്ണമാക്കുക. അതോടൊപ്പം അതിനുശേഷം ഒരു സമയം കൊടുക്കുക ദൈവത്തിന് വേണ്ടിയിട്ട്. ആ ദൈവത്തിന് വേണ്ടിയിട്ടുള്ള സമയത്തിൽ നമുക്ക് ഏറ്റവും നല്ല ജീവിതം ദാമ്പത്യ ജീവിതം എന്നുള്ള കാര്യം മറക്കരുത്. ക്ലേശങ്ങളുണ്ടാകും, ദുരിതങ്ങളുണ്ടാകും. ആ ദുരിതങ്ങളും ക്ലേശങ്ങളുള്ള സമയത്ത് പോലും നമ്മൾ ദൈവചിന്തയോടെ ആണെങ്കിൽ തീർച്ചയായിട്ടും ദൈവം സൈന്യഗണത്തിലേക്ക് ആക്കും. എന്നെ കേൾക്കുന്ന എല്ലാവർക്കും നന്ദി. താങ്ക് യു.